ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പെല്ലാം സൂത്രത്തിലാണല്ലോ, അല്ല നേരായ മാർഗത്തിലൊന്നും ആരും. ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പെല്ലാം കള്ളനോട്ട് കാശ് കൊടുത്ത് സൂത്രം, തന്ത്രം, ചടിവ്, വഞ്ചന. അതെ, സൂപ്രണ്ടാകാനും സെൻട്രൽ മാസ്റ്റർ ആകാനും പ്രസിഡന്റ് ആകാനും ഒക്കെ എന്ത് സൂത്രം ഒപ്പിക്കുന്നെന്ന് അറിയാമോ? അയ്യോ അയ്യോ അയ്യോ, ഇതെല്ലാം സൂത്രം ഒപ്പിക്കുക. എല്ലാ കാര്യത്തിലും ശ്രദ്ധിച്ചോണം, ദൈവമക്കളാണ്. പിശാചിന്റെ രോഗം പറഞ്ഞോ, ഞാൻ പെരിസ്തരും നിങ്ങൾ ശൗലിന്റെ ചേർവരാ. അപ്പൊ ഞാൻ ആരാ നിങ്ങൾ ആരാന്ന് അവൻ വിവേചിച്ചു. പിന്നെ നിങ്ങൾ ഒരുത്തനെ തെരഞ്ഞെടുക്കണം. ഒരുത്തനെ അവനെ തെരഞ്ഞെടുത്ത ഓഫീസിൽ ഇരുത്തുകയല്ല, താഴോട്ട് ഇറക്കി വിടണം. അവൻ എന്നോട് അംഗം പൊരുത്, എന്നെ കൊല്ലുവാൻ പ്രാപ്തനായ ഞങ്ങളെല്ലാം നിങ്ങൾക്ക് അടിമ. പിന്നെ ഇതാണ് ഗോലിയാത്തിന്റെ വെല്ലുവിളി. നിങ്ങൾ ഒരുത്തനെ തെരഞ്ഞെടുക്കണം. തെരഞ്ഞെടുത്ത ഒരുത്തനെയല്ല തെരഞ്ഞെടുക്കുക. ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പെല്ലാം സൂത്രത്തിലാണല്ലോ, അല്ല നേരായ മാർഗത്തിലൊന്നും ആരും. പണ്ടൊക്കെ സഭയുടെ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഉപദേശി ഒരാഴ്ച ഒരു ക്ഷീണമോ പ്രയാസമോ വന്നാൽ ഒരു യോഗം നടത്താൻ പ്രാർത്ഥന ആയിരിക്കണം. അങ്ങനെയൊക്കെയാ പണ്ട്. സ്തോത്രം. ആത്മീയ ശുശ്രൂഷയ്ക്കൊക്കെ നല്ല ഒരു പ്രാർത്ഥന കൂടെ ആയിരിക്കണം. സ്തോത്രം. അങ്ങനെയൊക്കെയാ തെരഞ്ഞെടുപ്പ്. അത് വളരെ സൂക്ഷിച്ച, വളരെ ശ്രദ്ധിക്കും. മനസാന്തരപ്പെട്ട ആളായിരിക്കണം, രക്ഷിക്കപ്പെട്ട ആളായിരിക്കണം, സ്നാനപ്പെട്ട ആളായിരിക്കണം, അഭിഷേകം പ്രാപിച്ച ആളായിരിക്കണം, തിരുമേശി കിടക്കുന്ന ആളായിരിക്കണം, സാക്ഷ്യമുള്ളവനായിരിക്കണം. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരിയാ തെരഞ്ഞെടുക്കുന്ന. ഇമ്പാതെന്ന് പറഞ്ഞിട്ട് നമുക്ക് ജോർജ് കുട്ടിയെ തെരഞ്ഞെടുക്കാം. അഥവാ ഒരു കുത്തുന്നള്ള ഉണ്ടായാലും കൊടുക്കാൻ ആക്കമുള്ളവന് അവിടെ ജോർജ് തന്നെ സ്തോത്രം. പ്രഷാറായിട്ട് നമുക്ക് ബാപ്പച്ചനെ ആക്കാം. കാരണം ബ്ലേഡാണ്. അഥവാ 10 രൂപ ഒന്ന് മറിക്കണമെങ്കിലും ബാപ്പച്ചനെടുത്ത് മനസ്സിലാകുന്നില്ല. സ്തോത്രം. അങ്ങനെ കേസിലൊക്കെ ഇപ്പം കുട്ടുതൽ ദൈവത്തിന് മഹത്വം. പണ്ട് കാലത്ത് ഇങ്ങനൊന്നും അല്ല. ദൈവത്തിന് മഹത്വം തന്നെയല്ല. നിങ്ങൾ ശരിയായിട്ടൊന്ന് ചിലരെ ഈ സ്ഥാനം കൊടുത്താൽ അവർ വേണ്ടാന്ന് പറയും. അവർക്കറിയാം ചില സ്ഥാനം കിട്ടിയ ആത്മീയ പ്രാഗൽഭ്യം പോകും. നിങ്ങൾ ശ്രദ്ധിച്ചു, നല്ല ആത്മീയരാകുന്ന ആൾക്കാർ പറയും ഞങ്ങൾക്കൊന്നും വേണ്ട, നിങ്ങൾ ഒന്ന് ആരാധിച്ചിട്ട് പോവുക ദൈവത്തിനോട്. അങ്ങനെ കൊടുക്കാന്ന് പറഞ്ഞാലും വേണ്ടാന്ന് പറയും. എന്ന് വെച്ചാൽ ആ സ്ഥാനത്ത് വരുന്നത് മഹാഭാവിയാണെന്നല്ല ഞാനീ പറഞ്ഞത്. വളരെ ശ്രദ്ധിച്ചോണം എല്ലാ കാര്യത്തിലും. നിങ്ങൾ ഒരുത്തനെ തെരഞ്ഞെടുക്കണം. ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പെല്ലാം കള്ളനോട്ട് കാശ് കൊടുത്ത് സൂത്രം, തന്ത്രം, ചടിവ്, വഞ്ചന. അതെ, സൂപ്രണ്ടാകാനും സെൻട്രൽ മാസ്റ്റർ ആകാനും പ്രസിഡന്റ് ആകാനും ഒക്കെ എന്ത് സൂത്രം ഒപ്പിക്കുന്നെന്ന് അറിയാമോ? അയ്യോ അയ്യോ അയ്യോ, ഇതെല്ലാം സൂത്രബുദ്ധി. രാത്രി ഇരുന്ന് കുത്തിയിരുന്ന് ഫോൺ ചെയ്യുക. ഇവിടെ എന്നെ ഓർത്തോണം കേട്ടോ. എന്നെ ഓർത്ത് ആ രീതിയിലൊക്കെ ഇടപെട്ടാൽ ഞാൻ സൂപ്രണ്ടായാൽ നിന്നെ സ്തോത്രം. മറ്റവനെ ഒരു കാരണവശാലും നമ്മളിത് മേളിൽ കയറരുത്. അങ്ങനെ ചതിക്കുകയല്ലേ. ചതിക്കുകയും ആക്ഷേപം പറയുകയും ആവശ്യമില്ലാത്ത വർത്താനം പറയാൻ അന്യോന്യം ചെളി വാരി എറിയുകയും. എന്തിനാ? ഒരു സ്ഥാനം കിട്ടാൻ, ഒരു കസേര കിട്ടാൻ. ഈ കസേര നിലനിൽപ്പുള്ള കസേരയാണോ? അല്ല. മിടുക്കന്മാരെ എല്ലാം നമ്മൾ കണ്ടേച്ചിരിക്കുക. നിൽക്കുന്ന നിൽപ്പിൽ അവരുടെ വീട് ഞാങ്ങുന്നത്. അത് കഴിഞ്ഞ് ആരും നിന്നെ മൈൻഡ് ചെയ്യുന്നില്ല. നിന്റെ വെപ്പളെ പോലും വലിയ വലിയ പ്രഗത്ഭന്മാരൊക്കെ ചത്തുപോയി. ഭാര്യമാരെ ഒരു കുഞ്ഞുങ്ങളിപ്പം മൈൻഡ് ചെയ്യുന്നില്ല. ഈ വിഷകാലത്ത് അമ്മാമ്മ വലിയ ബാഗുമൊക്കെ തൂക്കി കണ്ണടയൊക്കെ വെച്ച് മുടിയെല്ലാം ഇങ്ങനെ കിട്ടാൻ പോയി കച്ചു കൊണ്ടുപോകും പോലെ കെട്ടി അയാൾ കത്ത് കഴിഞ്ഞപ്പോൾ കളയാൻ ആരും 100 കേസുണ്ട്. ഇവിടുത്തെ എല്ലാം സൂത്രവും താൽക്കാലികവും ചതിച്ചും വഞ്ചിച്ചും. ഞാൻ ചോദിക്കട്ടെ, നേരായ മാർഗത്തിൽ ഒരു സ്ഥാനത്ത് വരുന്ന എത്ര പേരുണ്ട്? ഒരാളുടെ പേരെന്ന് പറയാൻ
ഒരു സമ്മാനം തരാം. ഒറ്റ ഒരാളുടെ പേര്, നേരായ മാർഗത്തിൽ ഒരാളുടെ പേര് പറഞ്ഞാൽ മതി. ഒറ്റ ഒരാളെ, ആരും തേജോവധം ചെയ്യാൻ പറഞ്ഞതല്ല, ഒരെണ്ണം നേരായ മാർഗത്തിൽ വരുന്നതല്ല. അല്ലെന്ന് ഒന്നെങ്കിൽ ആരെയും ഒരാളെ ഒതുക്കി, അല്ലെ ചതിച്ചു, അല്ലെ നിന്ദിച്ചു, ഇല്ലെങ്കിൽ ദോഷം ചെയ്തു, അല്ലെ പ്രവർത്തിച്ചു. നേരായ മാർഗത്തിൽ വരുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. എല്ലാം കൂടെയുള്ളവരെ ചതിച്ചും വക്രിച്ചും തന്ത്രം മെനഞ്ഞും സൂത്രവും ഇതൊന്നും നിലനിൽക്കത്തില്ല. സ്തോത്രം. അല്ല, പരമാർത്ഥമായിട്ട് ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഒരു സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം അവര് തന്നെയല്ലേ കട്ടം മുറിക്കുന്നതും കല്ലിടുന്നതും ഉദ്ഘാടനം ചെയ്യുന്നതും എല്ലാം. പിന്നെ സ്തോത്രം. ആ നമുക്ക് ആ വിഷയം വിട്ടേക്കാം. വെറുതെ എന്തിനാ വയ്യാതെ ഞാനിപ്പോൾ ആലോചന ഉണ്ടാകുന്നത്. നിങ്ങൾ ഒരുത്തനെ തെരഞ്ഞെടുത്ത് അവനെ എന്റെ അടുക്കൽ വിടണം. ഞങ്ങൾ തമ്മിൽ ഫൈറ്റ് ചെയ്യും. ഞാൻ അവനെ തോൽപ്പിച്ച നിങ്ങളല്ല ഞങ്ങൾ കടിമ. അതല്ല, അവൻ എന്നെ തോൽപ്പിച്ച ഞങ്ങൾ ഫെലിസ്ത്യരില്ല, നിങ്ങൾ കടിമ. ഇതാണ് വെല്ലുവിളി. ഞാൻ എല്ലാ ഭാഗവും എടുക്കുന്നതിൽ വെല്ലുവിളി ശക്തമായി. ആരും ഞങ്ങളോട്ട് വരുന്നില്ല. മാത്രമല്ല, ഇവൻ വെല്ലുവിളിച്ചിട്ട് ചരിത്രം ഇവന്റെ ദൈവങ്ങളെ പേര് നാമം ചൊല്ലും. വെല്ലുവിളിച്ചു നാമം ചൊല്ലുവാണ്. നിങ്ങൾ ആ 43-ാമത്തെ വാക്യത്തിന്റെ 2-ാം ഭാഗത്തിൽ തന്റെ ദേവന്മാരുടെ നാമം ഒരു ഭാഗമുണ്ട്. ആ മനുമനുമാണ് നാമം ചൊല്ലിയത്. തന്റെ ദേവന്മാരുടെ നാമം ചൊല്ലി ഗോലിയാത്ത്. അപ്പൊ ഇവർ നാമം ചൊല്ലുന്നവനാ. നാമം ചൊല്ലും. പണ്ടൊക്കെ എന്റെ കുഞ്ഞുനാളിലൊക്കെ അങ്ങനെ ആയിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ നാമം ചൊല്ലുമായിരുന്നു. സന്ധ്യയാകുമ്പോൾ വിളക്ക് കത്തിച്ച് വെച്ചാണ് നാമം ചൊല്ലും. പഴയ ക്രൈസ്തവ കുടുംബത്തിലൊക്കെ സന്ധ്യയാകുമ്പോൾ പാട്ട് പാടും, ഇല്ലേ? ഇപ്പൊ അതൊന്നുമില്ല. വളരെ വിരലിലെണ്ണാവുന്ന വീടുകളിലേക്കുള്ളൂ. പണ്ട് ക്രൈസ്തവ ഭവനങ്ങളിലെല്ലാം അങ്ങനെ സന്ധ്യയാകുമ്പോൾ ഇല്ലേ, സന്ധ്യയായി വിളക്കോ വെച്ചു അറിയാമോ പാട്ട്? ഉഷസമായ 1-ാം ദിവസം പറഞ്ഞ നിങ്ങളിരിക്കുക. അങ്ങനല്ല, ആ പാട്ടൊന്ന് പാടിക്കാണ്. സന്ധ്യയായി വിളക്കോ വെച്ചു യേശുവേ അപ്പൊ സന്ധ്യയാകുമ്പോ ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ പാടുവായിരുന്നു ക്രൈസ്തവ ഭവനത്തിൽ. പണ്ടത്തെ അപ്പന്മാരും അങ്ങനെ പാട്ട് പാടി പ്രാർത്ഥനയില്ല, തല്ലും. കഞ്ഞി തരികയല്ല. അന്ന് ആ കഴിച്ചിട്ട് കഞ്ഞി കിട്ടുന്ന അത് അവിടെ സന്ധ്യയാകുമ്പോൾ പാട്ടും പ്രാർത്ഥനയാണ്. ഹൈന്ദവരായ സ്നേഹിതന്മാര് സന്ധ്യയാകുമ്പോൾ നിലവിളക്ക് തെളിച്ചിട്ട് സന്ധ്യനാമം ചൊല്ലും. ഞാനങ്ങനെ ചൊല്ലുമായിരുന്നു എല്ലാ ദിവസവും സന്ധ്യയാകുമ്പോഴേ. അത് സന്ധ്യയ്ക്ക് ചൊല്ലേണ്ടതാണ്, അല്ലാതെ 9:30 കഴിയുമ്പോഴല്ല സന്ധ്യനാമം. സന്ധ്യയാകുമ്പോൾ ചൊല്ലിട്ടുണ്ട്. സന്ധ്യനാമ കീർത്തനം നേരത്തെ ചൊല്ലിട്ടുള്ളതാണ്. അപ്പൊ സന്ധ്യയ്ക്ക് ചൊല്ലും. സന്ധ്യനാമ കീർത്തനം സന്ധ്യയ്ക്ക് ചൊല്ലണം. ക്രൈസ്തവ ഭവനങ്ങളിൽ സന്ധ്യയ്ക്ക് ഇതുപോലത്തെ പാട്ട് പാടണം. ആ ആരോട് പറയാം? ഇപ്പം സന്ധ്യയ്ക്കുമ്പോൾ പ്രാർത്ഥനയില്ല. രാവിലെ മിക്ക വീട്ടിലും ഇല്ല, എല്ലാം ഇങ്ങനെ തുള്ളി കളിച്ച് പോകുന്നതല്ലാതെ. പിന്നെ ആകെ കൂടെ വരുമ്പോൾ സഭ വന്ന് പ്രൈസാൻ ഭക്ഷിക്കും. ഈ പ്രൈസാൻ ഭക്ഷിക്കുമ്പോൾ നടത്തുന്ന ഒറ്റ ഒരുത്തം രാവിലെ പാട്ട് പാടി പ്രാർത്ഥിക്കുന്നവന്മാരല്ല. ഞായറാഴ്ച ഇങ്ങനെ വന്നിങ്ങനെ കുച്ചുമ്പൊടി കാണിക്കുന്നതല്ലാതെ പോരാ. എന്നിട്ട് ഇവിടെ ഒന്ന് പറയാം പോരാ. തള്ള എല്ലാം തുള്ളി ഊപ്പാട് വന്ന് കിടന്ന് അവിടെ തള്ള
അണച്ചു. വയ്യ, അതിന് ആ തള്ളക്ക് വയ്യ. ഇവന്മാർ നിർത്തുന്നുമില്ല. തള്ള കിടന്നിങ്ങനെ കുഴഞ്ഞ് അവസാനം കൈയെല്ലാം പോകുന്നത് പിന്നെ അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഈ പ്രൈസ് ആൻഡ് വർഷിപ്പിലും കൺവെൻഷൻ വേദികളിൽ ഇപ്പൊ കസർത്ത് പാടുന്ന പല ആൾക്കാരും, എല്ലാവരുടെയും കാര്യമല്ല, അതിൽ മിക്കതും സന്ധ്യയ്ക്കും വെളുപ്പിനും പാട്ട് പാടി പ്രാർത്ഥിക്കുന്നവരല്ല. പിന്നെ ആകെ കൂടെ ഈ സ്റ്റേജിൽ വരുമ്പോഴുള്ള കസർത്തേ ഉള്ളൂ. എല്ലാവരുടെയും കാര്യമല്ല, സിംഹമാകും പലരെ അറിയാം. അതുകൊണ്ടാണ് സ്തോത്രം. എന്തായാലും കൊള്ളാം. ഇവൻ നാമം ചൊല്ലും. ഗോലിയാണ് നാമം ചൊല്ലുക. എപ്പോഴൊക്കെയാ നാമം ചൊല്ലുന്നത്? വായിച്ചേ 16-ാം വാക്യം 16. എപ്പോഴൊക്കെയാ നാമം ചൊല്ലുന്നത്? 16-ാം വാക്യം വന്ന് വായിക്കും. 40 ദിവസം മുടങ്ങാതെ രാവിലെയും വൈകിട്ട് മതി. ശ്രദ്ധിച്ചേ. അപ്പൊ ഇവ നാമം ചൊല്ലും. എപ്പോഴൊക്കെയാണെന്നറിയാമോ? രാവിലെയും വൈകിട്ടും 40 ദിവസം. അത് മുടങ്ങാതെ ഓർഡർ കിട്ടണം. അവൻ നാമം ചൊല്ലുന്നതാണ്. അവന്റെ ദൈവങ്ങളുടെ നാമം ചൊല്ലും. 5 ദൈവങ്ങളുണ്ട് ഫെലിസ്ത്യർക്ക്. ഗത്തിലെ ദേവന്, എക്രോന്റെ ദേവന്, അസ്കലോന്റെ ദേവൻ, ഗെസയിലെ ദേവൻ, 5 ദൈവങ്ങളാണ്. ഈ 5 ദേവന്മാരുടെ നാമം ചൊല്ലും. ദേവന്മാരുടെ പേര് പറഞ്ഞു. ആ നാമം ചൊല്ലുന്നത് രാവിലെ ചൊല്ലും, വൈകിട്ട് ചൊല്ലും. ഈ ചില പെന്തിക്കോസുകാരുടെ വീടുകളില് വൈകിട്ട് പ്രാർത്ഥനയുണ്ട്. എല്ലായിടത്തും അല്ലെങ്കിൽ ചിലയിടത്തുണ്ട്. അത് സന്ധ്യയ്ക്കൊന്നും പാടുകയല്ല. ജോലിയെല്ലാം ഒതുക്കി വ്യാപാരം എല്ലാം വെച്ച് TV കണ്ട് മൊബൈലില് പറയേണ്ടതും എടുക്കേണ്ടതും എല്ലാം കണ്ടും കേട്ട് പറഞ്ഞ് അവസാനം എല്ലാം അങ്ങേയറ്റം പറ്റി കഴിയുമ്പോഴാണ് പറഞ്ഞത്, ഇത് നമ്മൾ പ്രാർത്ഥിച്ചില്ല. എന്നാ ബാ ഉണ്ടാക്കാൻ തുടങ്ങിക്കും. പുള്ളി വന്നിരിപ്പൊക്കെ കാണാം. ആ സെറ്റിയുടെ താഴെ ഒരു കൈ തെറ്റിയെടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല? ആ കിടപ്പൊക്കെ ഒന്ന് കാണേണ്ടതാണ്. തള്ള ഭിത്തിയിലോട്ട് ആര് കാല് രണ്ടും ഇല്ല തേക്ക് കൊട്ടിയിട്ടതുപോലെ. പിന്നെ ഒരു പാട്ടുമൊക്കെ പാടുന്ന കേട്ടാൽ രണ്ടിനെ നമ്മൾ അഡ്മിറ്റ് ആക്കാൻ തോന്നും. വയ്യ രണ്ടിനെ വയ്യ. കൊച്ചുങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ പറയുന്ന ഒരു ചെറിയ സങ്കീർത്തനമായില്ല. 117 എടുത്ത് വെച്ചോണ്ടിരിക്കുക. അവർ പെട്ടെന്ന് വായിച്ചാൽ അച്ഛനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ചുരുക്കി പ്രാർത്ഥന. അമ്മാമ്മ ഒന്ന് ചുരുക്കമായിട്ട് പ്രാർത്ഥിച്ച് തീരും. അച്ഛൻ പറയാം ആമേൻ. അത് നിർത്തിയെന്ന് സിഗ്നൽ നന്നായിട്ട് കൊടുക്കില്ല. ആമേൻ പറഞ്ഞിട്ട് എടുത്തോളാം. എന്നതാ എടുത്തോളാം. അച്ഛനെ എടുക്കാനല്ല, പിന്നെ ഭക്ഷണം എടുത്തോളാം. ചില വീടുകളിൽ ഒരു പാട്ടെങ്കിലും പാടുന്നുണ്ട്, ചിലത് അതുമില്ല. രാവിലെ പാട്ട് പാടി പ്രാർത്ഥിക്കുന്ന വീട് വളരെ വിരളമാണ്. പിന്നെ പ്രായമുള്ള തള്ള വല്ലതും ഉണ്ട്. തള്ള പണ്ട് മൂടുന്നത് പോലെ കട്ടിലിരുന്ന് പഴയ അമ്മമാരൊക്കെ ഉള്ളിടത്ത പാട്ടൊക്കെ എന്നാ സുഖമാണ് കേൾക്കാൻ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നൊരു പാട്ട് പഠിച്ചത് അമ്പറയിലെ പ്രിയ കുഞ്ഞമ്മച്ചി ഉള്ളതാണ്. ഒരു ദിവസം അവിടെ ശുശ്രൂഷ കഴിഞ്ഞു. ഇപ്പോഴല്ല 10-28 കൊല്ലം മുമ്പാണ്. അത് തറവാട്ടിലാണ്. അന്ന് എനിക്കൊന്ന് അവിടെ ജോയ് പാസ്റ്റർ ആയിരിക്കുന്നത്. ജോയ് പാസ്റ്റർ അന്നവിടെ ഉണ്ട്. ഞങ്ങൾ രാത്രി യോഗം കഴിഞ്ഞ് അവിടെ വിശ്രമിക്കുക. അപ്പം ഞാൻ ഇപ്പുറത്തെ മുറിയിലുണ്ട്. അപ്പം അകത്തെ മുറിയിൽ കുഞ്ഞമ്മച്ചി കിടക്കുക. വെളുപ്പിന് 4:30 ആയപ്പോൾ നല്ല പാട്ട്. എൻ്റെ ആയുസ്സിൽ ആദ്യം ആ പാട്ട് അന്ന് ആദ്യം. പിന്നെ ഞാൻ പഠിച്ചു. ആദ്യം കേൾക്കുന്നത് കുഞ്ഞമ്മച്ചി പാടില്ല. ഇപ്പോഴും ഇന്നത്തെ പോലെ നല്ല വെളുപ്പിനെയുള്ള പാട്ടല്ലേ, നല്ല സ്വരവും നല്ല ട്യൂണാണ്. അപ്പൊ പാട്ടിതാ മമ മണാള നിൻ പ്രേമത്താൽ
നല്ല സ്വരവും. പിന്നെ ഞാൻ ശ്രദ്ധിച്ച് കേട്ടു. ഞങ്ങളെല്ലാം കൂടെ ഒന്നിച്ചിരുന്ന് പാട്ട് പാടി അന്ന് പഠിച്ചത് ആ പാട്ട്. അങ്ങനെ എനിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട്. എൻ്റെ ഒരു സ്നേഹിതനുണ്ടായിരുന്ന വാഴൂരെ യോജിച്ചൻ്റെ വീട്ടിലെ ഒരു ദിവസം രാത്രി വിശ്രമിച്ചു. യോജിച്ചൻ്റെ വല്യമ്മച്ചിയുണ്ട്, വാഴൂരെ അമ്മ. വെളുപ്പിനെ ഞാൻ കേട്ടോണ്ട് അമ്മച്ചിയുടെ പാട്ട് നല്ല ട്യൂണും നല്ല സ്വരവും. അന്നേ അമ്മയ്ക്ക് നല്ല അമ്മ ആശുപത്രിയിൽ ഒരു ജോലിക്കാരിയും കൂടെ ആയിരുന്നു. അപ്പം വെളുപ്പിനെ അമ്മ പാട്ട് പാടുക, ഇപ്പോഴും അത് ആദ്യം നിൽക്കുക. വെളുപ്പിനെ അന്ന് ആ പാട്ട് പഠിച്ചത്. അങ്ങനെ ഒത്തിരി പാട്ടുകളൊക്കെ പഠിക്കുന്നത് ഇങ്ങനെയൊക്കെ കേട്ട് കണ്ടുപോകയാണ്. അപ്പം അമ്മ വെളുപ്പിനെ എഴുന്നേറ്റ് പാടുക, അധർമ്മമൂർത്തിയായി വരും അന്തിക്രിസ്തുവിനായി വഴിയൊരുക്കും നിസ്സങ്ങൾ, ഭൂമിൽ വഴിയൊരുക്കും നിസ്സങ്ങൾ. എൻ പ്രിയനെ എന്തിനീ താമസമോ, എന്നുള്ളത്തിൽ ആശമിൽ മുഖം കാണുക. ഇങ്ങനൊന്നും അല്ലമ്മ പാടുന്ന നല്ല ട്യൂണാണ്. അങ്ങനെ ആ പാട്ട് പഠിച്ചത്. അപ്പൊ അങ്ങനെ ഒത്തിരി അനുഭവങ്ങളുണ്ട്. അപ്പൊ പണ്ട് കാലത്ത് വെളുപ്പിനെയൊക്കെ എല്ലാ വീടുകളിലും പാട്ട് പാടി പ്രാർത്ഥിക്കും. തട്ടയിലെ ഒരു വീടുണ്ട്, കരൂര് ജോൺചാന്റെ വീട്. ജോൺസൺ മൂത്ത മകന്റെ ഫ്രണ്ടാണ്. ഇളയങ്ങളുണ്ട്, രണ്ടാം ആമ്പിള്ളാർ ഒരു പെങ്ങളുമുണ്ട്. ജെസിയെ കെട്ടിച്ചത് പത്തനംതിട്ടല്ല, TP എന്നല്ല, അനിയച്ചാന്റെ മോൻ. അപ്പൊ ആ വീട്ടില് ധാരാളം ദിവസങ്ങളിൽ വിശ്രമിച്ചിട്ടുണ്ട്. 4:30 സാറാമാമയും അച്ചായനും പാട്ട് പാടും. മക്കളും എല്ലാം എഴുന്നേറ്റ് വരും. അതൊന്നും മുടങ്ങിയിട്ടില്ല. അവർ ഒത്തിരി പാട്ടുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള നല്ല നല്ല കുടുംബവും അന്തരീക്ഷങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പൊ അതുങ്ങളെല്ലാം പാടുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഇപ്പോഴത്തെ എനിക്ക് അറിയത്തില്ല. ആറാമത് തന്നെ ഇത് പാടുകയാണോ അതോ ഒരുമാതിരിപ്പെട്ട വീട്ടിലൊക്കെ അങ്ങനെ ഉണ്ട്. ഇപ്പൊ അങ്ങനെ രാവിലെ പാട്ട് പാടി പ്രാർത്ഥിക്കുന്ന വീട് വളരെ വിരളമാണ്. ഇല്ലെന്നൊന്നും തീർത്ത് പറയുന്നില്ല, ചില വീടുകളുണ്ട്. അങ്ങനെയുള്ള വീട്ടിലൊക്കെ അതിന്റെ അനുഗ്രഹവും ആണ്. നമ്മുടെ വിഷയത്തിൽ വരാം. ഇവിടെ ഗോലിയാങ്ങനെ കണ്ടേ, ഇവർ രാവിലെ നാമം ചൊല്ലും, വൈകിട്ട് നാമം ചൊല്ലും. അത് മുടങ്ങാതെ ചൊല്ലും. 40 ദിവസവും ചൊല്ലി. മാത്രമല്ല എല്ലാരും കേക്ക ചൊല്ലി. 8ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. അവൻ എന്റെ അടുക്കൽ ഇറങ്ങി വരട്ടെ. അവൻ എന്നോട് അംഗം പൊരുതെ എന്നെ കൊല്ലുവാൻ പ്രാപ്തനായാൽ ഞാൻ നിങ്ങൾക്കും അടിമകളാണ്. ഞാൻ അവനെ ജയിച്ചു കൊന്നാൽ നിങ്ങൾ ഞങ്ങൾക്ക് അടിമകളായി ഞങ്ങളെ സേവിക്കണം. ഫെലിസ്ത്യൻ പിന്നെയും ഞാൻ ഇന്ന് ഇസ്രായേൽ നിരകളെ ഫെലിസ്ത്യന്റെ ഈ വാക്കുകൾ സൗലും എല്ലാ ഇസ്രായേലിനും കേട്ടെന്ന് ഇങ്ങോട്ട് നോക്കിയേ. എല്ലാരും കേട്ടു. ആരും കേൾക്കാതല്ല. നാമം ചൊല്ലുന്നത് രാവിലെ നാമം ചൊല്ലും, വൈകിട്ട് നാമം ചൊല്ലും, 40 ദിവസം ചൊല്ലും, മുടങ്ങാതെ ചൊല്ലും. എല്ലാരും കേൾക്ക ചൊല്ലും. നമ്മളൊരു സ്തോത്രം പറഞ്ഞ അടുത്തിരിക്കുന്ന പുള്ളി പോലും കേൾക്കുന്നുമില്ല, തിരിയുന്നുമില്ല. നിങ്ങൾ ശ്രദ്ധിക്കില്ലേ? നമ്മളോർക്കും സഭയ്ക്കകത്ത് മൂട്ടം കയറിയത്. സ്തോത്രം പറയാൻ നീ രക്ഷപ്പെടുന്നതായിട്ട് ഒരു ചാൻസും ഇല്ല. അതേസമയം കമ്മിറ്റിയൊക്കെ കൂടുക എന്തോ അലർച്ചയാ. അനാവശ്യം പറയാനാണ് പുള്ളിയെ പോലെ മിടുകൻ. അയ്യോ മുണ്ടുമെല്ലാം മടങ്ങി കൈവെല്ലാം തീർത്ത് ബൈബിള് വെമ്പളാണ്, നീ ബൈബിളുമായിട്ട് പോകും. ഞാൻ 2 കാര്യം പറഞ്ഞേച്ച് വരുന്നുണ്ട്. ആരാധനയ്ക്ക് വരുമ്പോ സ്തോത്രം പറയാൻ പുള്ളിയെ കൊള്ളുകയല്ല. അനാവശ്യം പറയാനും തെറി പറയാനും ഒന്ന് നല്ല മിടുക ചിലർക്ക്. അല്ല ചില നല്ലമാരും അങ്ങനെ യോഗത്തിന് വന്നിരുന്ന് അങ്ങ് പമ്മി ഇരിക്കുക, പ്രാർത്ഥിക്കാൻ പറ
മുഴുവൻ കർത്താവാ. ചുമ്മാ മരുമകളുമായിട്ട് കുസ്തി കൂടുമ്പം എന്തെല്ലാം ഡയലോഗാ ഇല്ലേ? ആ കാറ്റമുടിയെല്ലാം എടുത്ത് കുത്തി ഒരു ചോട് മുന്നോട്ട് വെച്ച് അത് നിൽക്കുന്നുണ്ട്. ഇപ്പൊ അതൊന്ന് കാണണം. അന്നേരം നല്ല വാചകവും എന്തോ അസർത്ത യോഗം മുന്നോട്ട് വരുമ്പോ പിടിക്കണം, കൊണ്ടിരുത്തണം, പൊക്കണം, താങ്ങണം. മരുമകളുമായിട്ട് കുസ്തി ഉണ്ടാക്കുന്നത് നല്ല ഗാർഗിൽ യുദ്ധം പോലെ അതാണ് നിൽക്കുന്നത്. ഒരു കുഴപ്പമില്ല. ഇതെല്ലാം ദൈവം തമ്മിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഈ ഗോലിയാത്ത് അവന്റെ പ്രകൃതി യവനെ നാമം ചൊല്ലുക, 5 ദൈവങ്ങളുടെ പേര് പറഞ്ഞ നാമം ചൊല്ലുക. അത് 40 ദിവസം ചൊല്ലി, മുടങ്ങാതെ ചൊല്ലി, രാവിലെ ചൊല്ലി, വൈകിട്ട് ചൊല്ലി, എല്ലാരും കേൾക്ക ചൊല്ലി. അങ്ങനെയെങ്കിൽ പിശാച് അവന്റെ ദൈവങ്ങളുടെ പേരും നാമമായി രീതിയിൽ ചൊല്ലിയത്. അങ്ങനെയെങ്കിൽ സർവജ്ഞനായ ദൈവത്തെ, അഖിലാണ്ടങ്ങളുടെ ഉടയവനായ ദൈവത്തെ, സത്യ ദൈവത്തെ, നിത്യ ദൈവത്തെ, ഏക ദൈവത്തെ, സാക്ഷാൽ ദൈവത്തെ, ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന നാം എത്ര അധികമായിരിക്കണം. നിന്റെ കുടുംബാരാധന മുടക്കരുത്, കുടുംബ പ്രാർത്ഥന മുടക്കരുത്. എല്ലാവരും കേൾക്ക ചൊല്ലണം, മുടങ്ങാതെ ചൊല്ലണം, ശബ്ദമുയർത്തി ചൊല്ലണം. ദാവീദ് പാടി, ഞാൻ എന്റെ ശബ്ദമുയർത്തി എന്റെ ദൈവത്തോട്. ഇതൊക്കെ നല്ല മാതൃകയായ കാര്യങ്ങളാണ്. സ്തോത്രം. അത് വിവരിക്കുന്നില്ല. ഇങ്ങനെ ഗോലിയാത്ത് വെല്ലുവിളിച്ചിട്ട് ഒരു കുഞ്ഞുങ്ങൾ പോലും ഇവരോട് കയറി ഉടക്കിയില്ല. എല്ലാവരും ഓടിപ്പോയത്. 24-ാം വാക്യം വായിച്ചേ. 24. അവനെ കണ്ടപ്പോൾ ഇവന്റെ നിപ്പും നിലപാടും ചൊല്ലുത്തും ഇവന്റെ ഉച്ചാരണവും ശൈലി ഒക്കെ കണ്ടു. അതാ അവനെ കണ്ടപ്പോൾ ഇസ്രായേലിനൊക്കെയും ഏറ്റവും ഭയപ്പെട്ട് അവന്റെ മുൻപിൽ നിന്ന് ഓടി. സകല എണ്ണോ പുറകോട്ട് ഓടി. മുൻപിൽ നിന്ന് ഓടിയെന്ന് എഴുതിയിരിക്കുന്നത് കൊണ്ട് പുറകോട്ടാണ് ഓടിയത്. ഒരെണ്ണ ഇവന്റെ നേർക്ക് ചെല്ലുന്നില്ല, എല്ലാം പുറകോട്ട് ഓടുക. പുറകോട്ട് ഓടാൻ കാര്യം പേടിച്ചിട്ട് ഓടിയതല്ല, ഇവര് പേടിത്തൊണ്ടന്മാരല്ല. ആ 14:52 വായിച്ചേ. 15 നേരെ വേണ്ടി ചെറിയൊരു കണ്ണിക്കാം. വായിച്ചേ. 14:52. കന്നഡയാ? കന്നഡ വായിക്കും. ಶೌಲನ ಜೀವಮಾನದಲ್ಲೆಲ್ಲ ಫಿಲಿಸ್ಟರಿಗೆ ಇಸ್ರಾಯೇಲರಿಗೆ ಘೋರ ಯುದ್ಧ ಬಿದ್ದರಿಂದ ಅವನು ಅಲ್ಲಿ ಎಲ್ಲಿಯಾದರೂ ಒಬ್ಬ ಬಲಿಷ್ಠನೂ ಪರಾಕ್ರಮಶಾಲಿಯೂ ಆದ ಮನುಷ್ಯನನ್ನು ಕಂಡರೆ ಕೂಡಲೇ ಅವನನ್ನು ನನ್ನ ಹತ್ತಿರ ಇಟ್ಟುಕೊಳ್ಳುತ್ತಿದ್ದನು. മലയാളത്തിൽ എഴുതിയേക്കുന്നത് ശൗലിന്റെ കാലത്തേക്ക് ഫെലിസ്ത്യരോട് കണ്ടയുദ്ധം കൊണ്ടെന്നാൽ ശൗൽ യാതൊരു വീരനെയോ ശൂരനെയോ കണ്ടാൽ അവനെ തന്റെ അടുക്ക ചേർത്ത് കൊള്ളുവന്ന. അങ്ങനെ തന്നെ ആണോ കണ്ടത്? അപ്പൊ ശൗലിന്റെ കൂടെ ഉള്ളവര് വീരന്മാര്, ശൂരന്മാര്, അങ്ങനല്ലേ? ശൗലിന്റെ കാലത്തൊക്കെ ഫെലിസ്ത്യരോട് കഠിന യുദ്ധമുണ്ട്. എന്നാൽ ശൗൽ യാതൊരു വീരനെയോ ശൂരനെയോ കണ്ടാൽ അവനെ തന്റെ അടുക്കൽ എന്ന് പറഞ്ഞാൽ ചരിത്രം പറഞ്ഞത് ശൗല് രഥത്തിൽ ഉലാകുമ്പം അല്ലെ രാജവിധികളിൽ കൊണ്ട് നടക്കുമ്പം ആരോഗ്യമുള്ള ദൃഢഗാത്രന്മാരാകുന്ന നല്ല കരുത്തന്മാർ തന്നാൽ അവരെ നോട്ട് ചെയ്യും. എന്നിട്ട് കൊട്ടാരത്തിൽ ചെന്ന് ജാമന വിടും, ഇന്നടത്ത് നിൽക്കുന്നവരെ ഇനി വിളിക്കാൻ. അങ്ങനെ അവൻ വന്ന ഉടനെ ഇവന് പട്ടാളത്തിൽ അപ്പോയിന്റ്മെന്റ് കൊടുക്കുക. അതാ വീരനെയോ ശൂരനെയോ കണ്ടാൽ അവനെ തന്റെ അടുക്കൽ ഒറ്റ വീരനെയും ശൂരനെയും വിടുകയില്ല. ഒരു കാര്യം ഞാൻ ദൈവമക്കളോട് പറയാം, കഴിവുള്ള മിടുക്കുള്ള പ്രാപ്തിയുള്ള കൃപയുള്ള ഒരാളെ കണ്ടാൽ നിങ്ങൾ വിടരുത്. അതിന് സമയമൊന്നും നോക്കരുത്. അസംബ്ലീസ് കോഡാണോ, ചർച്ച കോഡാണോ, ന്യൂണ്ടിയാണോ, IPC ആണോ, അല്ലെ ഷാർട്ടിലൊന്നും നോക്കരുത്. അവൻ കർത്താവിന് പ്രയോജനം വരുമെന്ന് കണ്ടാൽ അവന് കൈതാങ്ങൽ കൊടുക്കും.
അല്ലാതെ അവൻ IPC, ചർച്ച കോടാ, അസംബ്ലീസ് കോടാ, ഷാരോനാ, സ്വതന്ത്ര പഞ്ചിക്കോത്ത, അങ്ങനെ പറയരുത്. ഒരുവൻ കർത്താവിൽ പ്രയോജനപ്പെടുമെന്ന് കണ്ടാൽ ഏത് വിഭാഗത്തിൽപ്പെട്ടവനാകട്ടെ നിങ്ങൾ ആ ലാഭം എഴുതാൻ കൈത്താങ്ങൾ കൊടുക്കും. ശൗൽ യാതൊരു വീരനെയോ ശൂരനെയോ കണ്ടാൽ അവനെ തന്റെ അടുക്കൽ ചേർത്ത് കൊടുക്കും. അപ്പം ശൗലിന്റെ കൂടെയുള്ളവരെല്ലാം വീരന്മാരും ശൂരന്മാരും, വീരശൂര പരാക്രമികളാണ്. അപ്പൊ പിന്നെ ഈ വീരശൂര പരാക്രമികൾ എന്തിനാ പുറകോട്ട് വേണ്ടി ഓടിയത്? എല്ലാം വീരന്മാരും ശൂരന്മാരും അല്ലേ? പക്ഷെ തകനെയാണോ പുറകോട്ട് ഓടി? പുറകോട്ട് ഓടിയെന്നല്ല ഞാൻ വേണ്ടിയേക്കുന്നത്, പുറകോട്ടെന്നില്ലെങ്കിലും ഓടിയെന്നാ വായിച്ചേ. സകല എണ്ണോ മുമ്പിൽ നിന്ന് ഓടി, പുറകോട്ട് ഓടിയതാ. വീരന്മാരും ശൂരന്മാരും അവനെല്ലാം പുറകോട്ട് ഓടുന്നത്. എല്ലാം വീരന്മാരും ശൂരന്മാരുമാണ്, പിന്നെ ഇതിനെ പുറകോട്ട് ഓടുന്നത്. പുറകോട്ടാകുമ്പോ അത് ആള് കാണുകയല്ലോ, ഓടിയൊന്ന് പോകാം. സകല എണ്ണം പുറകോട്ട് ഓടി. അതിന്റെ കാരണം ഭയപ്പെടുന്നൊരു ഭരണമുണ്ട്, നമ്മൾ ഉദ്ദേശിച്ച ഭയമല്ല. ഈ വീരന്മാരും ശൂരന്മാരും പുറകോട്ട് ഓടാൻ കാര്യം ഒറ്റ കയ്യിൽ ആയുധമില്ല. ഈ തയ്യും കോട്ടും ഒക്കെ കെട്ടി ഇങ്ങനെ നിൽക്കുന്നതല്ലാതെ നെറ്റത്തോടൊക്കെ ഇങ്ങനെ കേട്ടറിയാൻ പിള്ളേർ നടക്കുന്നത് പോലെ ഇപ്പൊ അങ്ങനല്ലേ? അല്ല, മിക്കവരും അതിനല്ലേ പറഞ്ഞു. കല്യാണത്തിന് എന്താ പറയുക, ഞാൻ ഇച്ചിരി അച്ചാരം കൊണ്ടുവരാം. നോക്കിയപ്പോ സന്ദർഭമാണ് കേട്ടറിഞ്ഞാൽ പിള്ളേരാന്ന് ഓർത്ത് ഒരാൾ പറഞ്ഞത് ഇച്ചിരി അച്ചാറ് തരാം. പാസ്സാണ്, മനസ്സിലായില്ല? മനസ്സിലായോ? അണാ എന്നെ പുള്ളി അവിടെ നിന്ന് ഊരിയത്. ഇനി അടുത്തവനെ അച്ചാറ് ഊരില്ലെന്നോ? അതെ, ഈ വീരന്മാരും ശൂരന്മാരുമാണ്. ഒറ്റ ഒരുത്തന്നെ ആയുധമില്ല. ഇസ്രായേലിൽ പണ്ട് ഫെലിസ്തീന്റെ തന്ത്രം ഉണ്ടാക്കി. ഇസ്രായേലിലെ യുദ്ധത്തിന് ജയമാണ്. അപ്പൊ ഫെലിസ്തീൻ കമ്പറ്റ് കൂടി ഇവർക്ക് ജയം വരാൻ കാര്യം എന്താന്ന് ചോദിച്ചാൽ പറഞ്ഞു, അവിടെ കൊല്ലന്മാരൊത്തിരിയുണ്ട്. കൊല്ലൻ ഇസ്രായേലി എമ്പടി കൊല്ലനുണ്ട്. കൊല്ലന്റെ പണി എന്നാ? ആയുധം ഉണ്ടാക്കുക. പെന്തിക്കോസുകാരന്റെ പണി എന്നാ? അതാ പെന്തിക്കോസുകാരന്റെ പണി. അവനുണ്ടാക്കുന്ന ആയുധത്തിൽ ഒരു ഭാരം എടുത്ത് കുഞ്ഞുഞ്ഞോണ്ടിക്ക് വെച്ചേച്ച് പമ്മി ഇടുന്ന ഗ്ലോറി പറയാം. ഗ്ലോറി 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 ഒറ്റ ഭാരം എഴുതുന്നുണ്ട്. നമ്മുടെ ആയുധപ്പുര പ്രാർത്ഥന മുറിയാണ്. അപ്പൊ ഇസ്രായേലിൽ കൊല്ലൻ എപ്പോഴുള്ളത് കൊണ്ട് ആയുധത്തിന് മഞ്ഞമില്ല. ആയുധത്തിന് മഞ്ഞമില്ലാത്തതിനാൽ യുദ്ധത്തിൽ ജയമുണ്ട്. അത് ഫെലിസ്തീൻ കണ്ടുപിടിച്ച് ഇസ്രായേലിലെ കൊല്ലനെ എല്ലാം ഫെലിസ്തീൻ ഒതുക്കി. ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ ഇസ്രായേലിൽ കൊല്ലൻ ഇല്ല. വായിച്ച 13:19. 13:19. എന്നാൽ ഇസ്രായേൽ ദേശത്തെങ്ങും ഒരു കൊല്ലനെ കാണുവാനില്ലായിരുന്നു. എന്നാൽ ഇസ്രായേൽ ദേശത്തെങ്ങും ഒരൊറ്റ കൊല്ലനെ ഇപ്പൊ കാണാനില്ല. കൊല്ലനില്ല. കൊല്ലന്റെ പണിയിൽ പച്ചിരുമ്പ് കാച്ചി പഠിപ്പിച്ച് അടിച്ച് ക്രമപ്പെടുത്തി ആയുധം ഇങ്ങനെ ഉണ്ടാക്കുക കൊല്ലന്റെ പണി. ഇപ്പൊ കൊല്ലനില്ല. ഇപ്പൊ ഈ പച്ചിരുമ്പ് കൊണ്ടുവന്ന് അത് കാച്ചി പണ്ടൊക്കെ ആലയെന്നാ പറയാ. ആലയെന്നല്ലേ ചോദിച്ചാ? ഇങ്ങനെ വെക്കുന്നതിന്റെ അവിടെ ഓലയോ? ആല് ഒലയൊക്കെയ. അപ്പൊ അതിങ്ങനെ ഒരാടി വെക്കും, അത് തീക്കകത്ത് വെക്കും, നല്ല കടല്. അപ്പോൾ പച്ചിരുമ്പ് അതിനകത്തോട്ട് വെക്കും. അത് ഇത് നല്ല പഴുത്ത് നല്ല ചെമ്പരത്തിപ്പോ കളറാകും. ഒരു കൊടില് കൊണ്ട് പിടിച്ച് ഒരു കൽത്തട്ടിക്കകത്ത് വെള്ളമുണ്ട്. വെള്ളത്തിൽ നിന്ന് ചൂന്നൊരു ശബ്ദം കേൾക്കാം. പിന്നെ വേറൊരു വലിയ കൂടത്തിന്റെ മേലോട്ട് വെച്ച് അടിച്ച് പഴുത്തിരിക്കുകയല്ലേ.
അടിച്ച് പല പരുവത്തിനാക്കി കാച്ചി പഴുപ്പിച്ച് അടിച്ച് ക്രമപ്പെടുത്തി നല്ല മിനുസമുള്ള ആയുധമാണ്. വലിയ ബത്തപ്പാടാണ്. ഇപ്പൊ അങ്ങനെയുള്ളവരില്ല. ഇപ്പം ഞാൻ എന്നെ കൂടെ പ്രതി ഇപ്പൊ അങ്ങനെ മാസന്മാര് കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച് വേറെ പുസ്തകം വായിച്ച് ധ്യാനിച്ച് തൂതൊരുക്കി ഒത്തുമാറ്റം നോക്കി വേറെ പുസ്തകം വായിച്ച് കണ്ടുപിടിച്ച അതൊന്നും ഇപ്പൊ മാസന്മാര് എല്ലാവരും ഒന്നും മെനക്കെടുത്ത് ഇപ്പൊ എല്ലാം ഗൂഗിളിൽ തപ്പിയാൽ മതി. ഒരു ജോലിയില്ല. ഇപ്പൊ എല്ലാം ഗൂഗിൾ പാസ്റ്റർമാരാണ്. പാസ്റ്റർ ഗൂഗിള് ഇപ്പൊ മുമ്പോട്ട് വന്ന് 10 മിനിറ്റ് വരവ് കാണുമ്പോഴേ ഒരു ഗൂഗിളാണ്. 2 പോയിന്റുമായിട്ടായി വരുന്നത്. രണ്ടാമത്തെ പോയിന്റ് വരുമ്പോഴേ മേരി ഇളക്കുന്ന പോയിന്റാണ് പുള്ളിയുടെ കയ്യിൽ. മേരി ഇളകിയാൽ മതി, പിന്നെ സഭ മൊത്തം ഇളകിക്കോളും. എല്ലാം ഗൂഗിളാണ്. മെനക്കെടാൻ കഴിയത്തില്ലല്ലോ. ഇല്ലല്ലോ, മെനക്കെടാൻ കഴിയത്തില്ല. ഇന്നലെ ഞാൻ പറഞ്ഞതാണ്, പണ്ട് ബൈബിൾ സ്കൂളിലൊക്കെ പോയി പഠിക്കണം. 2-3 കൊല്ലം പഠിക്കണം. ചിലപ്പോൾ അവിടുത്തെ ജോലികളൊക്കെ ചെയ്യണം. അവിടുത്തെ നടത്തിപ്പുകാർ പറഞ്ഞ അനുസരിച്ച് വിധേയപ്പെട്ട അവർക്ക് അങ്ങനെ ദോഷമൊന്നും വന്നില്ല കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യുവാൻ ഇപ്പൊ അങ്ങനൊന്നും പോയി ഇരിക്കാനും പഠിക്കാനും ഒന്നും നേരമില്ല, താല്പര്യമോ. ഒറ്റ രാത്രി കൊണ്ട് റോറൻ്റായി കളയും. നേതാക്കന്മാർക്ക് കാശ് കൊടുത്താൽ മതി, അന്നേരം മാസ്റ്റർ ആക്കുകയും ചെയ്യും. ഇതെന്നെ അതുപോലും ഇതൊന്നും അറിയാൻ പറ്റില്ല, ഒന്നും അറിയാൻ പറ്റില്ല. കല്യാണത്തിന് ഉപയോഗസമ്മതം ചെറുക്കനോട് പറയേണ്ട പെണ്ണിനോട് പറഞ്ഞു കൊടുക്കുന്നത് പെണ്ണിനോട് പറയേണ്ടത്. പിന്നെ കൊച്ചുങ്ങൾ നേരത്തെ എല്ലാം പറഞ്ഞേച്ച് വന്നതുകൊണ്ട് അവർക്ക് അവർ പറയേണ്ടതെല്ലാം പറഞ്ഞ് പോകേണ്ടടുത്തെല്ലാം പോയിച്ച് അതുങ്ങൾ പിന്നെ കല്യാണ ദിവസം എല്ലാവരെയും കളിപ്പിക്കാനായിട്ട് മിണ്ടുന്നില്ല. അവർ പാഷന്മാരൊക്കെ വാത്സല്യം പ്ലസിനെ ഓർക്കുമ്പോൾ അവനൊന്ന് ഓടുകയും ചെയ്യുകയൊന്നും അറിയത്തില്ല. പ്ലസിയെ ഓർക്കുമ്പോൾ ഈ സഭയുടെ മുത്താണ്. പിന്നെ മുത്തിന്റെ ചരിത്രം ഒന്നും പറയാതിരിക്കുന്നതാ. മനസ്സിലാകുന്നില്ല. കൊച്ചുങ്ങൾ എന്നും ഹൃദയത്തിൽ ചിരിക്കും, വിട്ടിയൊക്കെ എന്നെ ഈ പറയാൻ നമ്മള് സ്മാഷ് പാർക്കിൽ പോയ കാര്യമൊന്നും അവര് അത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയും കൊടൈക്കനാലിൽ പോയത് അത് വിട്ടി ഒന്ന് മാഷന്മാരിൽ നിന്നിങ്ങനെ കസറില്ല. കൊച്ചുങ്ങൾ പറഞ്ഞിട്ടുണ്ട് വല്ലജാതി നിർത്താനുള്ള അല്ലെ, ഞാൻ തമാശ പറഞ്ഞതല്ല. കൊച്ചുങ്ങൾ നിന്ന് ത്യാഗ അവര് സകല കാര്യം കഴിഞ്ഞേച്ചാ മിണ്ടുന്നില്ല. പണ്ടൊരു കല്യാണത്തിന് ഇപ്പൊ ഞാനും കൊണ്ട് അന്തപ്പെട്ടിരിക്കുക. പെണ്ണ് ചെറുക്കനും ഞാൻ പറഞ്ഞ ബിലിപ്പാസ് കാലിനെ അറിയാവുന്നത് ഞാൻ പറയുന്നില്ല. ഭയങ്കര കല്യാണമാണ്. ഞാനും ഉണ്ട്. എന്തായാലും സെൻട്രൽ പാസ്റ്റർ പറയാ, വാത്സല്യ മകളെ ഓർക്കുമ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ എന്നാ ചെറുക്കനെ ഉള്ളും കൊണ്ട് ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയപ്പോൾ 2 മടങ്ങ് അടുപ്പമായത്. അവൾ ഓർത്തഡോക്സായി. 2 പേര് റെഡിയായി അവസാനം അവൾ പറഞ്ഞു നിന്നെ മാത്രമേ ഞാൻ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ എന്നെ അതിനിടയ്ക്ക് അമേരിക്കക്കാരുടെ പ്രപ്പോസൽ വന്നപ്പോൾ ഇവൻ നോക്കി വലിയാൻ നോക്കിയപ്പോൾ അവള് പറഞ്ഞ് അപ്പനോടും മോനോടും പറഞ്ഞ് എന്നെ കെട്ടാതെങ്ങാനും വേറെ കെട്ടിയ തന്തയുടെയും മോന്റെയും പേരെഴുതി വെച്ചിട്ട് ഞാൻ തൂങ്ങിച്ച് അതിന് 2 ഞാൻ വെട്ടിനാക്കായി. ഓമനമാമിക്കറിയാം ഞാൻ ആളുടെ പേര് പറയാം. യോഗം കഴിഞ്ഞ് പറയാം. ഞാൻ പറയാം. ഓമന ഞാൻ പറഞ്ഞ ആളിനെ അറിയാം. വെട്ടിനകത്തായി. അവസാനം കല്യാണം നടത്തിയപ്പോൾ സന്ദർഭാസ പറയാം, ഈ പുള്ളിയോട് വേറെ പറഞ്ഞു കൊടുത്തത് തിരക്കണ്ടേ. പുള്ളി പറഞ്ഞു, വാത്സല്യ മകളെ ഓർക്കുമ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഓർത്തഡോക്സ് പശ്ചാത്തലത്തിൽ നിന്ന് ഈ വിശ്വാസത്തിന് വേണ്ടി ഏറെയായിട്ട് അവിടെ തലേന്ന് രാത്രി കൊണ്ട് മുക്കിയതാണ്. അവിടെ കൂട്ടരെല്ലാം വന്നിരിപ്പുണ്ട്. ഇവനെല്ലാം എന്നെ വിവരദോഷികളാണ്. ചുമ്മാ കയറി ആവശ്യമില്ലാത്തൊന്നും പറയരുത്. കൂടുതൽ കിളത്തുമൊന്നും വേണ്ട. അതായിരിക്കും നല്ലത്. കാരണം ഇപ്പോൾ ഒരെണ്ണത്തിനെ വിശ്വസിക്കാൻ ചുമ്മാ വാസന്മാരുടെ കാര്യം കിട്ടുമെന്ന് പറഞ്ഞു എന്നാൽ കയറി വകുപ്പൊക്കെ പറഞ്ഞാൽ നാട്ടുകാര് തെറി പറയുന്നില്ലെന്നേ ഉള്ളൂ. സ്തോത്രം. അതുകൊണ്ട് വളരെ ചിന്തിച്ച്
ആലോചിച്ച് സൂക്ഷിച്ച് വേണം ഒരു കാര്യം പറയാൻ. ഞാൻ സവിധം അവളും അന്തം വിട്ടിരിക്കുക. അയ്യോ, ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് വിശ്വാസത്തിന് വേണ്ടി ഒന്ന് ഇന്നലെ 5:30 എന്നെ കൊണ്ട് മുട്ടിയത്. 2 പ്രാവശ്യം ഒന്ന് കസറില്ല. ഈ മാർസിന്റെ മകളെ കുറിച്ച് ഓർക്കുമ്പോൾ അഭിമാനമുണ്ട്. അവൾ ഈ വിശ്വാസത്തിന് വേണ്ടി ഓർത്തഡോക്സ് പശ്ചാത്തലത്തിൽ നിന്ന് അവളാണ് ഇപ്പൊ കമ്പനിമാരെല്ലായിട്ട് അതിലെല്ലാം കറങ്ങി നടക്കുന്നത്. മനസ്സിലാകാതെയാണോ? പൊട്ടങ്ങളെത്തിയതാണ്. സ്തോത്രം. നമുക്ക് ആ വിഷയം വിട്ടേക്കാൻ വെറുതെ എന്തിന് ആലോചന ഉണ്ടാക്കുന്നത്. അപ്പൊ ഇസ്രായേലിൽ ഇപ്പൊ ഒറ്റ കൊല്ലനെ കാണാനില്ല, കൊല്ലനില്ല. പച്ചരിപ്പ് കാച്ചി പഠിപ്പിച്ച് അടിച്ച് ക്രമപ്പെടുത്തി രൂപപ്പെടുത്തി എടുക്കാൻ മെനക്കെടുന്ന ആൾക്കാർ ഇപ്പൊ ഇല്ല. വന്ന് കൊല്ലനില്ല. വായിച്ച് 13:19. എന്നാൽ ഇസ്രായേൽ ദേശത്ത് ഒറ്റ കൊല്ലനെ കാണാനില്ല. എബ്രായർ വാളോ കുന്തമോ തീർപ്പിക്കരുതെന്ന് പറഞ്ഞവർ കമ്മിറ്റി കൂടി വിറ്റ് പാസാക്കി വാളും കുന്തോ തീർപ്പിക്കരുത്. അടുത്തത് ഇസ്രായേലിന്റെ കൊഴു കലപ്പ മമ്മട്ടി എന്നിവ കാച്ചിപ്പാൻ ഫെലിസ്തീന്റെ അടുക്കൽ ചെല്ലേണ്ടി വന്നു. അടുത്തതാണ് എന്നാൽ മമ്മട്ടി കലപ്പ മുപ്പത്തി എന്നിവയ്ക്കായിട്ട് മുടിക്കോൽ കുടിപ്പിപ്പാൻ അവർക്ക് അരവുണ്ടായിരുന്നു. അടുത്തത് ആകയാൽ യുദ്ധസമയത്ത് യവനോടും യോനാഥാനോടും കൂടിയുള്ള ജനത്തിൽ ഒറ്റ ഒരുത്തന്റെ വാളുമില്ല. എങ്ങനെ ഉണ്ടായിരുന്നു? യുദ്ധം പറഞ്ഞപ്പോൾ ഒറ്റ ഒരുത്തന്റെ വാളുമില്ല, കുന്തവുമില്ല. 14:52 വായിച്ചത് വീരന്മാരും ചൂരന്മാരുമാണ്. എല്ലാം മിടുമിടുക്കന്മാരാ. പക്ഷെ ഒറ്റ ഒരുത്തന്റെ വാളുമില്ല, കുന്തവുമില്ല. പിന്നെ ചുമ്മാ നിന്ന് ഭക്ഷിക്കുന്നു, ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ഗ്ലോറി, വിക്ടറി, ജീസസ് റൈറ്റ് നൗ ചുമ്മാ പണി കെട്ടിക്കുക. ഒറ്റ ഒരുത്തന്റെ വാളുമില്ല. ചുമ്മാ ഈ പിള്ളേർ പറയുമ്പോ പൊട്ടാശാണ്. പണ്ട് കല്ലേ വെച്ച് പൊട്ടിക്കട്ടെ എല്ലാം പൊട്ടാശ. ഒറ്റ ഒരുത്തന്റെ ആയുധമൊന്നും മുടുത്ത കൈ കെട്ടി വെക്കുന്നതല്ല. ആകയാൽ യുദ്ധസമയത്ത് ശമനിനോടും യോനാഥാനോടും കൂടെയുള്ള ജനത്തിൽ ഒറ്റ ഒരുത്തന് വാളുമില്ല, ഒറ്റ ഒരുത്തന് ആയുധമില്ലെന്ന്. എത്ര പേർക്ക് ആയുധമില്ലാത്തത്? ഒരു വാക്യം വായിച്ചാൽ ന്യായാധിപന്മാർ 5:6 ഇന്നലെ വായിച്ചതാ. എത്ര പേർക്ക് ആയുധമില്ലാത്ത കണക്കുണ്ട്? ചൂട് വെള്ളത്തിന് ചൂടില്ല. അതിന് പണ്ടത് ഫൈറ്റാണ്. നമ്മൾ യോഗം തീരാൻ പോയി നമുക്ക് മരുന്ന് വെള്ളം കുടിക്കാൻ പറ്റും. ആ ഇവർ താഴോട്ട് വായിക്കാൻ അനാഥിപുത്രനായ ശങ്കരൻ നായർ യാഗേലി കാലത്ത് പാതകൾ ശൂന്യമായി വഴിപോകർ വളഞ്ഞ വഴികളിൽ കൊണ്ട് നടന്നു. സഹോദരിയാകുന്ന ഞാൻ എഴുന്നേൽക്കുന്ന നാൾ വരെ ഇസ്രായേലിൽ മാതാവായിട്ട് എഴുന്നേൽക്കുന്ന നാൾ വരെ നായകന്മാർ ഇസ്രായേലിൽ അജേകമില്ല. അവർ നൂതനദേവന്മാരെ വരിച്ചു. ഗോപുരദ്വാരത്തിൽ യുദ്ധം ഭവിച്ചു. അടുത്തത് ഇസ്രായേലിന്റെ 40,000 മധ്യേ പരിചയം കണ്ടില്ല, യുദ്ധം കണ്ടില്ല. അപ്പം 40,000 എണ്ണത്തിന് ആയുധമില്ല. ചർച്ചക്ക് ഭയങ്കര ചർച്ച, ഭയങ്കര ഗ്രോത്ത. നേരത്തെ എന്നില്ലെങ്കിൽ പാർക്കിംഗ് സൗകര്യമില്ല, പിന്നെ സീറ്റ് കിട്ടുകയില്ല. ഏർലി മോർണിംഗിലെ നമ്മൾ പോകണം. അതൊക്കെ നല്ല കാര്യം. സ്വോത്രകാഴ്ചയൊക്കെ എത്ര സഞ്ചിക്കാത്ത അകത്തോട്ട് കൊണ്ടുപോകുന്നത്. ചെറുപ്പത്തിൽ ലക്ഷങ്ങളാണ് സ്വോത്രകാഴ്ച. എതിർക്കുന്നില്ല. ആയുധമില്ലാത്ത എത്രയാണ്? 40,000. വലിയ ഹോളൊക്കെ പണിതിട്ടുണ്ട്. ആളുമുണ്ട്, മേളമുണ്ട്, ബഹളമുണ്ട്, പിള്ളേരുടെ ഭാഷ പറഞ്ഞ ഓളമുണ്ട്. പക്ഷേ ഒറ്റ ഒരുത്തന്നെ ആയുധമില്ല. ആയുധമില്ല. നമുക്ക് ലഭിച്ചിരിക്കുന്ന ആയുധം സർവായുധ വർഗമാണ്. അതിൽ ആദ്യത്തെ ആയുധം തന്നെ സർവായുധ വർഗം.
അതില്ല. അത് വിറ്റ് കാപ്പ് കുടിച്ചു. സത്യം വിറ്റ് ബോണ്ടായും കട്ടങ്ങാപ്പി സത്യം വിറ്റ്. നമുക്ക് ലഭിച്ച സർവായുധ വർഗത്തിന്റെ ആദ്യത സത്യം നിങ്ങളുടെ അരക്ക് കെട്ടണം. അതില്ല. സത്യം എന്നുള്ളത് 1965 പോയി അറബിക്കടലിൽ കടന്നു. അതില്ല. ഒരെണ്ണം സത്യം പറഞ്ഞോ എവിടെ പോന്നു? ഇത്തരം വരെ അങ്ങനെ നല്ല ഇന്ന് വരെ കേട്ടിട്ടുമില്ല. ഇത്തരം കടവാനം കേട്ടിട്ടുണ്ട്, മറുതാണവും കേട്ടിട്ടുണ്ട്, ഉഗ്രാണികുത്തം കേട്ടിട്ടുണ്ട്, ഉപ്പനങ്ങാടി കേട്ടിട്ടുണ്ട്, നെല്ലിയാടിയും കേട്ടു. ഇത്തരം അതിവിടെ എവിടെയും ഉണ്ടോ? ഉണ്ടാകണം. ഞാൻ കേട്ടിട്ടുണ്ട്. ഇത്തരം ചോദിച്ചാ ഇത്തരം ഒന്ന് പറഞ്ഞാലേ വിളക്കാനുണ്ടോ? ചുരുക്കി പറഞ്ഞാൽ എന്ത് ചെയ്താ സത്യം പറയുകയില്ല. മോൻ എവിടെ പോയി? അവൻ ഒരു സ്ഥലം വരെ പോയതാ, അവൻ ദുബൈ പോയതാ. സത്യം പറയുക. ചിലരുടെ ചോദിച്ചാൽ സത്യം പറയത്തില്ലല്ലോ. പറയുകയില്ല. സത്യമില്ല. സർവായുധ വർഗത്തിന്റെ ആദ്യത്തെ ആയുധം സത്യം. അത് അരക്ക് കെട്ടണം. അതില്ല. 40,000 എണ്ണത്തിന് ആയുധമില്ലാത്തത്. ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഹോള് നിറച്ച ആളുണ്ട്, പാർക്കിംഗ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്, വണ്ടി എല്ലാവരും കാറാണ് വരുന്നത്. നല്ല കാര്യം. എല്ലാ അമേരിക്കൻ പണവും വെൽബോണും പേർഷ്യൻ പണവും ഒക്കെ ഇഷ്ടം. അതൊക്കെ നല്ല കാര്യം. പ്രൈസ് ആൻഡ് പെർഷിപ്പിന് 101 പേരാ കൈയൊക്കെ കെട്ടിയിരിക്കുന്നത്. 101. അതൊക്കെ നല്ല കാര്യം. വാദ്യമുള്ള സ്റ്റേജ് മുഴുവൻ വാദ്യമുള്ള നല്ല കാര്യം. പ്രസംഗിക്കാൻ പറ്റുന്നില്ല. ഡോക്ടർ റവറൻഡ് സോ ആൻഡ് സോ, അതും നല്ല കാര്യം. പക്ഷെ ഒറ്റ ഒരുത്തന്നെ സത്യമില്ല, ആയുധമില്ലെന്നാണ്. ആകയാൽ യുദ്ധസമയത്ത് ശബരിനോടും യോനാഥാനോടും കൂടെയുള്ള ഒറ്റ ഒരുത്തന് വാളുമില്ല, കുന്തവുമില്ല. ഉള്ളത് ശബരിനും അവന്റെ മകൻ യോനാഥാനുമാണ്. അവന് ഭൂതവും. മിടുക്കന്മാർ കൊച്ചെടുക്കാൻ ആയുധമില്ല, ഉള്ളത് ശബരിന്, അയാൾക്ക് ഭൂതവും. അങ്ങനല്ലേ? വായിച്ചേ വായിക്കും. ആകയാൽ യുദ്ധസമയത്ത് അടുത്തത് ശബരിനും അവന്റെ മകൻ യോനാഥാനും മാത്രമേ ആയുധമുള്ളൂ. അയാളാണ് ഉറഞ്ഞു ഉള്ളുകയും. ആരാ? ഷാജി കയറിയിട്ട് ഉറഞ്ഞു. അങ്ങനെ തിരുമേനി അരമനക്കകത്ത് ഉറഞ്ഞു തുള്ളിയെന്ന്. അതിന്റെ ഭൂതമാണ്. എന്നാ അയാൾക്ക് ഭൂതമാണ്. അയാളെ ആയുധം വാങ്ങാൻ വെച്ചപ്പോ ആയുധത്തിന് കുഴപ്പടി. ഇന്നലെ വായിച്ചതാ ഷബലിന്റെ തൈലാഭിഷേകമില്ലാത്ത പരിച. അപ്പൊ ആയുധത്തിന് കുഴപ്പമാണ്. അപ്പൊ ഇങ്ങനെ മുഴുവൻ അലങ്കോലമായി എല്ലാം പേടിച്ച് പുറകോട്ട് ഓടി. ശബരിന് ഭൂതവും നൊരേ പതിയും ചാടി ആകെ പ്രശനകരക്ഷിതമായ അന്തരീക്ഷത്തിലാണ് ദാവീദ് അങ്ങോട്ട് കയറി ചെല്ലുന്നത്. ഇശായിയുടെ മകനാകുന്ന ദാവീദിനെ വിളിച്ച് പറഞ്ഞ, മോനെ, ചേട്ടന്മാരെല്ലാം മിലിറ്ററിയിലാണ്, പട്ടാളത്തിൽ. ഷമ്മ, ഏലിയാവ്, ശിമയി, നിന്റെ ചേട്ടന്മാരെല്ലാം മിലിറ്ററിയിലാണ്. ഒരു വിവരവും ഇല്ല. എന്നത്തെ പോലെ മൊബൈലും ഒന്നുമില്ല. ഒരു കാര്യം ചെയ്യ്, ഒരു മറ മലര് 10 മാർക്കട്ടി ഇതുമായിട്ട് നീ പടക്കളത്തിൽ ചെല്ലണം. പാൽക്കട്ടി 10 സഹസ്രാധിപനെ കൊടുക്കണം. നീ ഈ പാളയത്തിൽ ചെന്ന് ചേട്ടന്മാരുടെ ക്ഷേമം പറഞ്ഞ് ലക്ഷ്യവും വാങ്ങി തിരിച്ചു വരണം. ഇശായിയുടെ ആജ്ഞയാൽ ദാവീദ് പടക്കളത്തിൽ വന്നു. ദാവീദ് പടക്കളത്തിൽ വന്നപ്പോൾ ഗോലിയാത്ത് വെല്ലുവിളിക്കുക, ദൈവത്തെ നിന്ദിക്കുന്നു. ഈ നിന്നാവാചകം കേട്ട ദാവീദ് അടങ്ങരുന്നില്ല. എന്റെ ഭാഷ പറഞ്ഞാൽ അഭിഷേകത്തിന് ശക്തിയായി. അവൻ അതിന് മുമ്പേ തോട്ട് കളഞ്ഞ് ഒരു 5 കല്ലെടുത്തു. ഒരു സഞ്ചി, 5 കല്ല്, ഒരു കവണ, ഒരു വടി. അവൻ ഗോലിയാത്തിന് നേരെ അങ്ങോട്ട് ചെല്ലുക. ചെല്ലാൻ നേരത്ത് ശമ്പയും ഏലിയാവും ഒക്കെ ചോദിച്ചു, പയ്യൻ പറഞ്ഞില്ല, ഇറങ്ങി വന്ന് പറഞ്ഞു. അയാൾ 40 days ഫാസ്റ്റും പറയണം. ദാവീദ് പറഞ്ഞ അകന്ന് എനിക്ക് വിഷയമല്ല, ഇതിനെ ഞാൻ നാടില്ല. ഞാൻ ഉടനെ ശിവൻ ചോദിച്ചു, നാടിനെ ആരാ ഏൽപ്പിച്ചത്? നാടിനെ
ഞാൻ ഏൽപ്പിച്ചാവാണെന്ന് പറഞ്ഞു. നല്ല ഇടയിൽ കൊടുത്തിട്ടുണ്ട്. ഉടനെ വേറെ ചോദിച്ചു, ഏത് ബൈബിൾ സ്കൂളിലാണ് ബ്രദർ പഠിച്ചത്? ഞങ്ങളുടെ ബൈബിൾ സ്കൂളിലാണോ? ദാവീദ് പറഞ്ഞു, നിങ്ങളുടെ ബൈബിൾ സ്കൂളിൽ പഠിച്ചതാണ്, നല്ല പുറകോട്ട് ഓടി പോകുന്നതല്ല. അപ്പോൾ ഒരുത്തൻ ചോദിച്ചു, ബ്രദറിന് ഓർഡിനേഷൻ കിട്ടിയതാണോ സൂപ്പറിൻ്റെ കയ്യിൽ നിന്ന്? ഞാൻ പറഞ്ഞു, ഓർഡിനേഷൻ കിട്ടിയ പുള്ളിയാണെന്ന് പറയുമ്പോൾ അതെല്ലാം ചാടിയിരിക്കുന്നുണ്ട്. ഓർഡിനേഷൻ കിട്ടിയ വലിയ പുള്ളി ചൗല് ആ തൈലപാത്രത്തെ തൈലം എടുത്ത ഓർഡിനേഷൻ കൊടുത്തിട്ട് അതിൽപ്പാട്ട് അങ്ങനെ ആരാധന വരുമ്പോൾ 2 കവളി കൊണ്ട് പറയുമ്പോൾ അതെല്ലാം ചാടിയിരിക്കുക. ഓർഡിനേഷനൊക്കെ ഞാൻ കണ്ടെന്ന് പറഞ്ഞു. സ്തോത്രം. പിന്നെ ഒരാൾ ചോദിച്ചു, ബ്രദർ ആരെയും മുക്കിയിട്ടുണ്ടോ? ഇവന്മാരെല്ലാം മുങ്ങി. ഞാൻ വിവരിക്കുന്നില്ല, എല്ലാം ഒത്തിരി ചോദിക്കുമ്പോൾ ദാവീദ് മനസ്സിലായി ഇവന്മാർ കയറ്റിവിടയില്ല, ഇവന്മാർ ഗുണമാകത്തുമില്ല, ഒരു തന്നെ ഗുണം പിടിപ്പിക്കാൻ അനുവദിക്കുകയില്ല. അപ്പൊ ദാവീദ് പിന്നെ ഗതിയിലില്ല, എന്നാൽ ഒരു കാര്യം ചെയ്യാൻ സാക്ഷ്യത്തിന് 1 മിനിറ്റ് തരാമോ എന്ന് ചോദിച്ചു. എന്നെ പറഞ്ഞത് കമ്മിറ്റി കൂടിയെങ്കിലേ ഒക്കുള്ളൂ. ഈ നരേന്ദ്രമോദിക്ക് അടിക്കുന്നതിനാ കമ്മിറ്റി ഇല്ല. എന്നാലും ആട്ടെ കൂടാൻ പറഞ്ഞു. കമ്മിറ്റി കൂടിയപ്പോൾ അവർ പറഞ്ഞ ഒരു പയ്യൻ വന്ന് നിൽക്കൊണ്ട് അവന് 2 മിനിറ്റ് സാക്ഷ്യത്തിന് ചോദിക്കുന്നു, കൊടുക്കണമെന്ന്. ഉടനെ കമ്മിറ്റിക്കാർ പറഞ്ഞു, ബേച്ചാലെന്ന് സാക്ഷ്യം പറയും, പിന്നെ ചാക്കോച്ചാൻ സാക്ഷ്യം പറയാനിരിക്കുക, പിന്നെ ചാക്കോച്ചാൻ്റെ മോള് UK വന്നിട്ടുണ്ട്, അവള് സാക്ഷി പറയും, പിന്നെ ലണ്ടനിൽ നിന്ന് നമ്മുടെ സിസ്റ്റർ സോളി വന്നിട്ടുണ്ട്, അവൾക്ക് പറയണം, പിന്നെ ബ്രദർ പിന്നെ ജിബു സാക്ഷ്യം പറയണം. അതിനിടയ്ക്ക് അവന് കൊടുക്കാൻ സമയമുണ്ടെന്ന് തോന്നുന്നില്ല. ഇവരെല്ലാം മെനക്കേട് കേസുകളായി പറയാനിരിക്കുന്നതല്ല. നല്ലവനും വല്ലവനും എന്ന് പറഞ്ഞ് കറങ്ങാൻ നിൽക്കുക. ഇതാണ് നമ്മുടെ സാക്ഷി. എനിക്ക് വയ്യാത്തോണ്ടല്ലേ കാണിച്ചേനെ. മെനക്കേട് കേസാണെന്നില്ല. ഞായറാഴ്ച ചുമ്മാ വന്നിരുന്നൊക്കെ കാണുക, കുറച്ചൊക്കെ കറങ്ങുമ്പോൾ പോലും ഇത് കറങ്ങുന്നുണ്ടല്ലാതെ. അപ്പൊ ഇതെല്ലാം പറഞ്ഞപ്പോൾ ദാവീദ് പറഞ്ഞു, വെച്ചാൽ ഒരു കാര്യം ചെയ്യേ, എന്നാൽ 2 മിനിറ്റ് വേണ്ട, 1.5 മിനിറ്റ് മതി വന്നു. ആരെയും കൂടെ വേച്ചാനും കൊടുത്തേനെ. പെട്ടെന്ന് പറഞ്ഞു ചിരിക്കണം കേട്ടോ. ദാവീദ് പറഞ്ഞ് സാക്ഷ്യം ഇതാ, ഒരു പാട്ടിന്റെ ശീലം പാടിയിട്ട് പറഞ്ഞു, എൻ്റെ അപ്പൻ്റെ ആടുകളെ വെച്ച് നാട്ടിലായിരുന്നു. ഒരിക്കൽ സിംഹം വന്ന് ആട്ടുംകുട്ടിയെ പിടിച്ച് നോക്കതില്ല, ഒറ്റയടിക്ക് മേത്താടിയും പിന്താടി അകറ്റി വെച്ച് ആട്ടുംകുട്ടിയെ പിടിച്ച് വാങ്ങി. ഇതുപോലെ ഒരു കരടി വന്നു, ഒറ്റയടിക്ക് ഒതുക്കി വെച്ച് ആട്ടുംകുട്ടിയെ പിടിച്ച് വാങ്ങി. ഇത്രയും പറഞ്ഞ് എൻ്റെ വാക്കിൽ നിന്ന് ഇത് കേട്ടപ്പം നൊലയും വലയും ചാടുന്ന പുള്ളിക്ക് ഇളക്കമായി. പുള്ളിയോട് ചോദിച്ചു, അവനെ ആ പയ്യനേതാന്ന് ചോദിച്ചു. പറഞ്ഞത് ഇഷായുടെ ഏട്ടമുള്ളതാണ്, എൻ്റെ ഏട്ടന്മാരാ മിലിറ്ററിയില്ല. നീ വിളിക്കാൻ പറഞ്ഞു. വിളിച്ചേച്ചേ ആ കോട്ട് ഊരി കൊടുത്തേക്ക് പറഞ്ഞു, നീ കോട്ട് ഇട്ടുണ്ട്. പുള്ളി പറഞ്ഞു, ഈ കോട്ടിട്ടാൽ എനിക്ക് കോട്ട് വരും. ഇമ്മലിക്ക് ഇങ്ങനെ കോട്ട് വന്നാൽ നിൽക്കുന്നത്, കോട്ടിട്ടേ കിട്ട കോട്ട് അതുപോലെ ഊരി അങ്ങോട്ട് സ്തോത്രം. ഏതായാലും തിരുമേനിക്കാൻ കോട്ട് തന്നെ ആയിക്കോട്ടെ, എനിക്ക് വേണ്ട. ആ വീട് എൻ്റെ ഭാഷയിൽ പറഞ്ഞ ആ സഞ്ചിക്കകത്ത് കൈയിട്ട് കല്ലെടുത്ത് കവണയിൽ വെച്ച് വീശി സ്തോത്രം പെരുത്തിൻ്റെ നെറ്റിക്കിട്ട് ഉന്നം പിടിക്കണം. അങ്ങനെ എഴുതിയേക്കുന്നത്. അങ്ങനല്ലേ അമ്മേ? അങ്ങനല്ലേ? നെറ്റിക്കിട്ട് അങ്ങനല്ലേ അമ്മേ? ആ ദാവീദ് സഞ്ചി കൈക്കിട്ടൊരു കല്ലെടുത്ത് കവണയിൽ വെച്ച് വീശി. അപ്പൻ ഇങ്ങോട്ട് വിട്ടം പറഞ്ഞത് ലക്ഷ്യം വാങ്ങി വരണമെന്നാണ്. ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം ഫെലിസ്ത്യന്റെ തിരുനെറ്റിക്ക് ഉന്നം പിടിച്ചു, കല്ലെടുത്ത് കവല വെച്ച് വീശി. ഫെലിസ്ത്യന്റെ നെറ്റിക്കിട്ട് കല്ലവന്റെ മുട്ട കൊണ്ടെന്നാണോ? പിന്നെ ആ ഉന്നം പിടിച്ചെടുത്ത് തന്നെ പോകുന്നു. നമ്മൾ നെറ്റിക്ക് ആ ഉന്നം പിടിക്കുന്ന കല്ലവന്റെ മുട്ടയെ കൊള്ളും. അവൻ ആ കല്ലെടുത്ത് നമുക്കിട്ട് നല്ല നമ്മൾ പിന്നെ 3 ആഴ്ച യോഗത്തിന് വരില്ല. നമ്മൾ പറയുന്നതറിയോ, കഴിഞ്ഞ ദിവസം ആ യോഗത്തിന് പോയത്, അത് ഞാൻ വശക്കേടിൽ ഇരുന്നതാണ്. 6-ാം നോക്കി ഈ മാത്രം പറയാതെ വശക്കേട്ടിരുന്ന വ്യായി തന്നെ എഴുതല്ലേ എന്റെ ഭാര്യയെ ചോദിക്കും. ദാവീദ് കല്ലെടുത്ത് കൈ വെച്ച് കവണ വെച്ച് വീശി അവന്റെ നെറ്റിക്ക് ഉന്നം പിടിച്ചു. ഒറ്റയേർ സൂക്ഷം കല്ല് നെറ്റിക്ക് വീഴുന്ന ഇവൻ കവിണ്ട് വീണതാണ്. അങ്ങനല്ലേ അമ്മേ? ഇപ്പം വീഴുന്നതെല്ലാം മറന്നു വീഴുക. കൂടുതലും ബാംഗ്ലൂർ സൈഡല്ല. വീടിന്റെ ഉള്ളിൽ രസമെടുത്തേക്ക് അങ്ങനെ വീണ് കിടക്കണം, അങ്ങനെ കിടക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? എല്ലാം മലന്ന് കിടക്കുക.
ഇപ്പൊ പിന്നെ വീഴുന്നവരെ താങ്ങാനായിട്ട് ശിങ്കിടികളുണ്ട്. പണ്ടൊക്കെ ഇവിടുത്തെ അറിയത്തില്ല, നമ്മുടെ നാട്ടിലൊക്കെ വലിയ ഏക്കവാഴയോ അല്ലെ വലിയ പാടങ്ങളുടെ മാഴ കൊല വലുതായിരിക്കും. അപ്പൊ അത് വെട്ടാൻ ബുദ്ധിമുട്ട്. അതിന് ഇടയ്ക്കൊരു പഴയ ഇങ്ങനെ വെട്ടുമ്പോ പതുക്കെ വരുന്നതാണ് ഇല്ലേ? അപ്പൊ കേറി വരും എന്ന് പറഞ്ഞാൽ ഇപ്പം ശുശ്രൂഷയിൽ വീട് വരുമ്പോ കുടുംബത്തെങ്ങാനും കട്ടിലെ കിടക്കുന്ന പെണ്ണുങ്ങളെല്ലാം വന്ന് പറമ്പ് വന്ന് വീട് കിടക്കുക. നല്ലൊരു വീട് തലയുടെ വീട് എല്ലാം പൊട്ടി ചുമ്മാ വീട്. പെണ്ണുങ്ങൾ എല്ലത്തില്ല തീരെ പടപെടാന്ന് വീടില്ല. കൈ കാണിക്കുമ്പോൾ നാട് കിടക്കുന്നല്ല. ഇവർക്കെല്ലാം വട്ടാണ്. വീഴാനായിട്ട് തന്നെ ചില പെണ്ണുങ്ങൾ വരുന്നുണ്ട്. ആണുങ്ങളും ഇപ്പൊ ചിലത് വീഴാൻ വരുന്നുണ്ട്. ഉമ്മാർക്ക് ഇവിടെ വന്ന് വീഴണം കുറെ നേരം. നാട് നമ്മൾ ഞാണ്ട വരുന്ന് പിടിച്ചോളാം. നാട് കിടക്കുന്നു. ഇവന്മാര് പിടിക്കാം. എന്നാ അവനോട് ഒന്ന് വീഴണ്ടേ? അവനിവരെല്ലാം വീടിച്ചേച്ച് അവൻ വണ്ടിയെ കയറി പോയി. നാട് കിടക്കുന്നല്ല നല്ലത്. ഏതൊരു ഭ്രാന്ത് പിടിച്ചതിനൊക്കെ എന്നെ ചെയ്യുന്നതാണ്. ഇവിടെ വീണത് കവിണ്ണ് വീണു. അങ്ങനല്ലേ? കവിണ്ണ് വീണവരെ ദാവീദ് ഓടിയില്ല. ആ ഭാഗത്ത് നിങ്ങൾ പഠിക്കുമ്പോൾ അറിയാം, ദാവീദ് ഓടി അങ്ങോട്ട് ചെന്ന എന്റെ ഭാഷയാ അവന്റെ നെഞ്ചത്ത് കയറി. ആരാ? ഗോലിയാത്തല്ലേ? നെഞ്ചത്തോട്ട് കയറി അവന്റെ ഉറയിൽ നിന്ന് അവന്റെ വാള് വലിച്ചൂരി അവന്റെ പെടലി വെട്ടി. അങ്ങനല്ലേ? പുറത്ത് കയറിയെന്നൊക്കെ ഞാൻ നെഞ്ചത്ത് കയറിയെന്ന് പറഞ്ഞിട്ടുള്ളൂ. അവന്റെ പുറത്ത് കയറി ഉറക്കെ വാങ്ങിക്കണ്ടേ? അവന്റെ വാള് അവന്റെ ഉറകിൽ നിന്ന് ഊരിയെടുത്ത് തല വെട്ടിക്കളഞ്ഞു. ആ മരം ഒന്ന് നോക്കിക്കേ. 40 ദിവസം വെല്ലുവിളിച്ചവനാ. അവൻ വെല്ലുവിളിച്ചോ എല്ലാത്തിനെയും കൊല്ലുവന്ന്. സകല എണ്ണത്തിനെ കൊല്ലു. ഇവന്റെ ഈ വെല്ലുവിളി കേട്ട് സകല എണ്ണം പേടിച്ചാരണ്ട് വിറച്ചേ. ആ കൊച്ചു വാങ്ങിച്ചിട്ട് നേരം വെളിയിലോട്ടൊന്ന് പോയ കഥകൾ തുറന്ന് വെളിയിലോട്ടിറങ്ങി പിണങ്ങി അങ്ങ് പോകരുത്. ഞാനൊരു കാര്യം പറഞ്ഞ് തീർക്കാനല്ലത് കയറി അവസാനം ഉഴക്കും. അവനെ വെളിയിലോട്ടൊന്ന് വിടുന്ന നല്ലതാണ്. ഞാൻ പറഞ്ഞിട്ട് നിങ്ങോട്ട് കയറിയാൽ മതി. അപ്പൊ ശ്രദ്ധിച്ചേ, ഇവൻ 40 ദിവസമായിട്ട് നിന്ന് വെല്ലുവിളിക്കുക. കൊല്ലും, സകല എണ്ണത്തിനെ കൊല്ലും. മരണഭീതി മുടക്കുക. സകല എണ്ണത്തിനെ തൂതുവാരുമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചപ്പോൾ അഭിഷേകമുള്ള ദാവീദ് വന്നവനെ കല്ലുകൊണ്ട് അതിന് കവണ്ണിൽ താഴെ വീണപ്പോൾ ഓടിച്ചെന്നവന്റെ പുറത്ത് കയറി അവന്റെ ഉറയിൽ നിന്ന് അവന്റെ വാള് വലിച്ചൂരി അവന്റെ പെടലി വെട്ടി. ആ പെടലിയായിട്ട് ജയഭേരി മുടക്കി വരിക. ഇതാണ് കാൽവറിയിൽ നടന്നത്. ആദിമനിയനാകുന്ന ഞാനാം നിമിത്തം മനുഷ്യവർഗത്തിന് പാപത്തിന്റെ ഭയാനകത വന്നപ്പോൾ മരണഭീതി ഉണ്ടായി. ചിത്തപ്രമങ്ങൾ വന്നു, രോഗങ്ങൾ വന്നു, കെടുതികൾ വന്നു. ഒന്നാം മനുഷ്യനായ ആനാം നിമിത്തം ആ മരണം ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. മരണത്തിന്റെ അധികാരിയാകുന്ന പിശാച് അന്ന് മുതൽ വെല്ലുവിളിക്കുക, മരണഭേദി മുടങ്ങുക. എന്നാൽ കാൽവരിയിൽ ഒരുവൻ നമുക്ക് വേണ്ടി ജീവനെ തന്നപ്പോൾ മരണത്തിന്റെ അധികാരിയാകുന്ന പിശാചിനെ തന്റെ മരണത്താൽ അടിമപ്പെടുത്തി അവന്റെ ആയുധം, അതാ മരണത്തിന്റെ ആയുധം, ആ ആയുധം വലിച്ചൂരി കാൽവരിയിൽ നമുക്ക് വേണ്ടി ജീവനെ തന്ന് മരിച്ച് 3-ാം ദിവസം അവൻ ആ ആയുധത്താൽ ഉയർത്ത ജയഭേരി മുഴങ്ങിയ നസറേയനാകുന്ന യേശു. ഞാൻ ഇന്നിപ്പം നിർത്തുക. ആദ്യമായിട്ട് ഓടിയാത്തിന്റെ തലയായിട്ട് ഇങ്ങോട്ട് വരിക. അപ്പൊ ശൗല് വന്ന് വർത്താനമൊക്കെ പറഞ്ഞു. യോനാഥാൻ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുക. ഇവൻ കല്ലുമായിട്ട് പോകുന്നതും കല്ലെടുത്ത് കവണയിൽ വെക്കുന്നതും വീശുന്നതും ഉന്നം പിടിച്ച് നെറ്റിക്കിട്ട് ഉന്നം പിടിച്ച് ഒറ്റ ഏറഞ്ഞപ്പോൾ സൂക്ഷിച്ചെന്ന് നെറ്റിക്കിട്ട് ഉള്ളുകയും അവൻ കവണ് വീഴുകയും ഓടിച്ചെന്നവൻ്റെ നെഞ്ഞത്ത് കയറുകയും വാളെടുത്ത് വെട്ടി. ഇതെല്ലാം യോനാഥാൻ കണ്ടുകൊണ്ടിരിക്കാം. ഈ ഓരോ ശുശ്രൂഷ ചെയ്യുമ്പോൾ യോനാഥാന് ഭയങ്കര താല്പര്യമായി.
ശുശ്രൂഷയെ കൊണ്ട് 17 തീർന്നു കഴിഞ്ഞപ്പോൾ യോനാഥാൻ ചെന്ന് ഇവന് കൈ കൊടുത്ത് രണ്ടുപേരും ഉറ്റ മിത്രങ്ങളായി. അതാ സ്വന്തം പ്രാണന് തുല്യമായി സ്നേഹിച്ചു. സ്തോത്രം. അതാ സ്നേഹം. ബാക്കി വൈകിട്ട് പറയാം. ദൈവത്തിന്റെ മക്കൾ എല്ലാവരും ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കുക. കാൽവരിയിൽ നമുക്ക് വേണ്ടി ഒരുവൻ ജീവനെ തന്നു. കാൽവരിയിൽ മരണത്തിന്റെ അധികാരിയാകുന്ന പിശാചിനെ തന്റെ മരണത്താൽ യേശു തോൽപ്പിച്ചു.